ഇങ്ക് സെറാമിക് മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ നമുക്ക് സാനിങ് ആർട്ട് വില്ലേജിലേക്ക് പോകാം. അപ്പോൾ നമ്മളീ പോകുന്ന ആർട്ട് വില്ലേജിൽ സെറാമിക് പാത്രങ്ങളുടെ വലിയ ഡിസ്പ്ലേ ആണ് ഇവിടെ ഉള്ളത്. ആർട്ട് വില്ലേജിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മൊത്തം പുൽത്തകിടികൾ ഉണ്ടാക്കിയിട്ട് അതിൽ മുഴുവൻ കപ്പുകൾ, സോസറ്, സ്പൂണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഇതേ ലോകത്തിലെ ഏറ്റവും വലിയ ചായക്കപ്പ് നമുക്കിവിടെ കാണാം. ഇത്രയും വലിയ ചായക്കപ്പാണ്, പക്ഷേ ഇത് മറിച്ചിട്ടേക്കുന്ന നിലയിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇതുണ്ടോ, എന്നേക്കാളിലും പൊക്കത്തിലുള്ള ഏതാണ്ട് ഒരു 200 സെൻറ്റിമീറ്റർ എങ്കിലും ഉയരമുള്ള ഒരു വലിയ സോസർ ഇവിടെ വെച്ചേക്കുന്നു. മനോഹരമായിട്ടുണ്ട്. മനോഹരമായ ഡിസൈനുള്ള സോസറുകളാണ് ഇവിടെ വച്ചിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ പാർക്കിൻ്റെ മധ്യത്തായിട്ടൊരു വാച്ച് ടവർ നമുക്ക് തലയുയർത്തി നിൽക്കുന്നത് കാണാൻ പറ്റും. സെറാമിക് ഡിസൈനിലാണ് ഈ ഒരു വാച്ച് ടവറും ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ ഉള്ളിലേക്ക് പോയി നോക്കാം, ഇതിലേക്ക് കയറാൻ പറ്റുമെന്ന്. എന്തായാലും നമുക്ക് വാച്ച് ടവറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കുകയില്ല, അത് ക്ലോസ്ഡ് ആണ്. എല്ലാവരും അവിടെ വരെ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരുവാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് സോസറൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് നിരവധി കൂജകൾ ഇവിടെ കമത്തിയും നിരത്തിയും ചെരിച്ചുമൊക്കെ ആയിട്ട് വെച്ചേക്കുന്നത് കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത ഫിനിഷിംഗ് ആണ് എന്തായാലും ഈ ഒരു കൂജയ്ക്ക്. ചെറിയ ചെറിയ ചുടുകട്ടകൾ കൊണ്ട് മനോഹരമായ രീതിയിലാണ് ഈ കൂജകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നിരവധി ചെറിയ ചെറിയ കൂജകൾ, വലുതും ചെറുതുമായ കൂജകൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇത്ര നേരം കണ്ടതിൽ നിവർന്നിരിക്കുന്ന ഒരു ഇതായിട്ടുള്ള ഒരു കൂജ ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കൂജകൾ കണ്ടിട്ട് വരുമ്പോഴാണ് ആർച്ചുകൾ, വീണ്ടും സെറാമിക് ഇഷ്ടിക കൊണ്ട് തീർത്ത ആർച്ചുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. മനോഹരമായിട്ടുള്ള ആർച്ചുകളാണ്. നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും എന്നാ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ആർച്ചുകൾ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച് വച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത നിർമ്മിതികളാണ്. അത് എന്തൊരു അലൈൻമെൻറ്റിലാണ് ഇത് വെച്ചേക്കുന്നതെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു.